ഗുഡ് മോർണിംഗ്, നമസ്കാരം. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. ഇന്ന് വളരെ വാർത്താ പ്രാധാന്യമുള്ള ഒരു ദിവസത്തിലേക്കാണ് പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നത്. ഇന്ന് രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണും കാതുമെല്ലാം തൃശ്ശൂരിലേക്കും വയനാട്ടിലേക്കും തിരുവനന്തപുരത്തേക്കും ഉറ്റുനോക്കുന്ന ദിവസമാണ്. NDA സ്ഥാനാർത്ഥികൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ കൂടി കേരളത്തിലേക്ക് എത്തുകയാണ്. തൃശ്ശൂരിലും തിരുവനന്തപുരത്തും അദ്ദേഹത്തിന് പൊതുപരിപാടികളുണ്ട്. അതേസമയം തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുകയാണ്. ദേശീയ നേതാക്കൾ, പ്രമുഖരായിട്ടുള്ള ഒട്ടനവധി നേതാക്കൾ അദ്ദേഹത്തോടൊപ്പം അണിനിരക്കുകയും ചെയ്യും. അത്തരത്തിൽ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വാർത്താ ദിനം തന്നെയായിരിക്കും. അത്തരത്തിൽ വാർത്തകളാൽ സമ്പുഷ്ടമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. ആ വാർത്തകളിലേക്ക് തന്നെയാണ് നമ്മൾ വിശദമായി കടക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം തൃശ്ശൂരിലേക്ക് തന്നെയാണ് പോകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശ്ശൂരിലെത്തുകയാണ്. രാവിലെ 10:30 ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപാഡിലെത്തുന്ന മോദി റോഡ് മാർഗം കുന്നംകുളം ചെറുവത്തൂർ ഗ്രൗണ്ടിലെത്തും. 11-നാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. തൃശൂർ, ആലത്തൂർ, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളും പൊതുപരിപാടിയിൽ പങ്കെടുക്കും. 4 മാസത്തിനിടെ ഇത് 3-ാം തവണയാണ് പ്രധാനമന്ത്രി തൃശൂരിലെത്തുന്നത്. ഡാനി പോളാണ് കൂടുതൽ വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. ഡാനി, നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണും കാതും എല്ലാം ആദ്യം തൃശ്ശൂരിലേക്ക് മോദി എത്തുന്നു, അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. വളരെ വാർത്താ പ്രാധാന്യമുള്ള ഒരു വിഷയമായി ഇത് മാറുമെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. പ്രധാനമന്ത്രി വീണ്ടും തൃശ്ശൂരിലേക്ക് എത്തുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 3 മാസത്തിനിടയിൽ, അതായത് 4 മാസത്തിനിടയിൽ 3-ാം തവണയാണ് അദ്ദേഹം എത്തുന്നത്. NDA സ്ഥാനാർത്ഥികളുടെ പ്രചാരണാർത്ഥം അദ്ദേഹം എത്തുമ്പോൾ മോദി എന്നുള്ള ഒരൊറ്റ മുഖം, മോദി ഗ്യാരണ്ടി എന്നുള്ള ഒരൊറ്റ ആശയത്തിൽ ഊന്നിക്കൊണ്ട് അതിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കുക എന്നുള്ള വലിയ ലക്ഷ്യമാണ് BJPക്ക് മുന്നിലുള്ളത്. ഇന്ന് 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളാണ് തൃശ്ശൂരിൽ അദ്ദേഹത്തിന്റെ പൊതുപരിപാടിയിൽ അണിനിരക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹം പ്രചാരണം നടത്തുക. എങ്ങനെയാണ് അവിടെ നിന്നുള്ള ഒരുക്കങ്ങൾ, കാഴ്ചകൾ, മറ്റ് വിശദാംശങ്ങൾ കൂടി? ആര്യ, വലിയ രീതിയിൽ ഈ പ്രദേശത്ത്, അതായത് തൃശ്ശൂരിലെയും ആലത്തൂരിലെയും പൊന്നാനിയിലെയും മണ്ഡലങ്ങളിലെ പ്രവർത്തകർക്ക് വളരെയധികം ആവേശം പകരുന്ന രീതിയിലാണ് അദ്ദേഹത്തിന് ഒരു സന്ദർശനം മാറിയിട്ടുള്ളത്. നമുക്കറിയാം, ഇത് ആദ്യമായി ഈ അടുത്തിടയ്ക്ക് അദ്ദേഹം വന്നത് പ്രധാനമന്ത്രി തൃശ്ശൂരിൽ നടന്ന വനിതാ സംഗമം, അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലും തുടർന്ന് ഗുരുവായൂരിലും ക്ഷേത്രത്തിലുമെല്ലാം അദ്ദേഹം ദർശനത്തിന് വേണ്ടിയും എല്ലാം തന്നെ എത്തിയിരുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ പ്രവർത്തകരിലേക്ക്, ഒപ്പം റോഡ് ഷോയും അടക്കമുള്ള കാര്യങ്ങൾ, ഇതെല്ലാം പ്രവർത്തകരിലേക്കെല്ലാം വലിയൊരളവ് ഒരു ആവേശത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ വലിയ രീതിയിലൊരു അത്ഭുതം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ വലിയ നല്ല മത്സരങ്ങൾ നടക്കുന്ന ഇടങ്ങളാണ് ആലത്തൂരും പൊന്നാനിയും എല്ലാം തന്നെ. ആലത്തൂർ പ്രത്യേകിച്ച് നല്ല മത്സരം നടക്കുന്നു. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം തന്നെ പ്രവർത്തകർക്ക് വലിയൊരു പങ്ക് ആത്മവിശ്വാസം പകരാൻ, അത് വലിയൊരു ആത്മവിശ്വാസം പകരുന്നതിന് വേണ്ടിയെല്ലാം അദ്ദേഹത്തിന്റെ സന്ദർശനം ഉതകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതിലൊരു സംശയവുമില്ല. ഇന്ന് അദ്ദേഹം എത്തുന്നതോടെ ഈ മണ്ഡലങ്ങളിലെ 3 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളും ഒപ്പം തന്നെയും ഇവിടുത്തെ പ്രവർത്തകരും എല്ലാം തന്നെയും അവിടേക്ക് എത്തും, കുന്നംകുളത്തേക്ക് എത്തും. അത് വരും ദിവസങ്ങളിൽ ഇനി ഏതാണ്ട് 11 ദിവസത്തോളമാണ് അവശേഷിക്കുന്നത്. ഈ ദിവസങ്ങളിലേക്കുള്ള ഒരു വലിയ ഇന്ധനമായി ഇതായി സന്ദർശനം മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, തൃശ്ശൂർ കഴിഞ്ഞ കുറച്ചു നാളുകളായി BJP ലക്ഷ്യമിടുന്ന, BJP കൂടുതൽ ശക്തി ആർജിക്കുന്ന ഒരു മണ്ഡലങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന ഒരിടങ്ങളെല്ലാം തന്നെയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം തന്നെയും കൂടുതൽ പ്രവർത്തകരിലേക്ക് ആവേശം എത്തിക്കാൻ കഴിയും. അതുമാത്രവുമല്ല, കഴിഞ്ഞ തവണ അദ്ദേഹം സന്ദർശനത്തിന് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലടക്കം പറഞ്ഞുപോയ കാര്യങ്ങളായിരുന്നു. കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങൾ പരാമർശിച്ചു പോയതാണ്. പിന്നീട് നമ്മൾ കണ്ടു, കരുവന്നൂരിലടക്കം വലിയ രീതിയിലൊരു അന്വേഷണത്തിലേക്ക് മാറുന്നു. അത് ഇഡിയുടെ റഡാറിലേക്ക് വലിയ രീതിയിൽ കടന്നു വരികയും എല്ലാം തന്നെ ചെയ്യുന്നു. ഇപ്പോൾ അതൊരു അന്വേഷണത്തിന് നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു. കരുവന്നൂർ BJPയെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ ഇതര പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തെരഞ്ഞെടുപ്പ് വിഷയം തന്നെയാണ്. അത് ഉയർത്തി കാണിക്കുക തന്നെ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു അന്വേഷണം നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അതെല്ലാം തന്നെ കടന്നു വന്നേക്കാമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതെല്ലാം തന്നെ രാഷ്ട്രീയ വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നതിലെല്ലാം BJPക്ക്
സാധിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു വലിയ രീതിയിലൊരു സ്കാം നടന്നിട്ടുണ്ട്. അത് പുറത്തു കൊണ്ടുവന്നത് ഇഡിയുടെ അടക്കമുള്ള ഒരു അന്വേഷണമാണ്, കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമാണ് ഇതിനെല്ലാം തന്നെ സഹായമായത് എന്ന രീതിയിലുള്ള ഒരു പ്രചരണം BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് ഉയർത്തിയെടുക്കുന്നതിൽ അവർ ഒരു പരിധിവരെയെങ്കിലും വിജയിച്ചിട്ടുമുണ്ട്. ഒപ്പം തന്നെ മറ്റ് മണ്ഡലങ്ങളിലും എല്ലാം ഈ ഒരു വിഷയം സജീവമായിട്ട് തന്നെ നിലനിർത്താനടക്കം ഇവർക്ക് BJPക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ സാധ്യതകളെല്ലാം തന്നെ ഇവ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. ഒപ്പം നമുക്കറിയാം ഇന്നലെയായിരുന്നു BJPയുടെ പ്രകടന പത്രിക അടക്കം പുറത്തു വരുന്നത്. അതിനുശേഷം അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി കേരളത്തിലാണ് എന്നതും സവിശേഷം തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് കൂടുതലായിട്ട് പറയുന്നതിന്, കൂടുതലായിട്ട് പ്രവർത്തകരിലേക്ക് എത്തിക്കുന്നതിനെല്ലാം ഈ രണ്ട് പൊതുപരിപാടികൾ, ഇത് തൃശ്ശൂരിലെ ആയാലും തിരുവനന്തപുരത്തെ ആയാലും പൊതുപരിപാടികൾക്ക് സഹായകരമാകും. അതെല്ലാം തന്നെ പ്രധാനമായും ഉറ്റുനോക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. അതിൽ കൂടുതൽ എന്താണ് പറയുവാനുള്ളത്? കാരണം അദ്ദേഹം എപ്പോഴും കേരളത്തിലേക്ക് എത്തുമ്പോൾ അമ്മമാരോടും സഹോദരിമാരോടും എന്ന രീതിയിൽ തന്നെ അദ്ദേഹം സംസാരിക്കാറുണ്ട്. അപ്പോൾ അതിനപ്പുറം തെരഞ്ഞെടുപ്പിൽ അവർ പ്രകടന പത്രികയിൽ അവർക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഒന്നുകൂടി വിശകലനം ചെയ്തുകൊണ്ട് വിശദമാക്കിക്കൊണ്ട് കൂടുതൽ എന്തെല്ലാം സംസാരിക്കും എന്നെല്ലാമാണ് ഉറ്റുനോക്കുന്നത്. രാഷ്ട്രീയമായി വളരെയധികം പ്രാധാന്യമുണ്ട് ഈ ദിവസങ്ങളിലെ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്. ഒരു സംശയവുമില്ല, BJP പ്രവർത്തകർക്ക് വലിയൊരു ആവേശം പകരാൻ അദ്ദേഹത്തിന്റെ ഇത്തരം തെരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആര്യ, ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് BJPയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയത്. പ്രകടന പത്രിക പുറത്തിറക്കിയതിനു ശേഷം മോദി പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കരുവന്നൂർ വിഷയം അത് വലിയ രാഷ്ട്രീയ ആയുധമാക്കും BJP എന്നുള്ളതിൽ തർക്കമില്ല. ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലും അത് പ്രതിഫലിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നേരത്തെ ഈ ആലത്തൂർ സ്ഥാനാർത്ഥിയോട് നേരത്തെ സംസാരിച്ചത് ആ ഒരു കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ടും ഈ നഷ്ടമായ പണമെല്ലാം അവിടുത്തെ ആളുകൾക്ക് തിരികെ നൽകാനുള്ള ഒരു നടപടി, ഈ ED കേസിന് പുറമെ ജനങ്ങളെ കൂടി, അതായത് ഈ പണം നഷ്ടമായ ആളുകളെ കൂടി ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം അവിടെ സ്വീകരിക്കും എന്നുള്ള ഒരു വാഗ്ദാനം കൂടി മുന്നോട്ട് വെച്ചിരുന്നു. പ്രധാനമായും ഈ കരുവന്നൂർ വിഷയം ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു പ്രചാരണം, ആ വിഷയത്തെ രാഷ്ട്രീയമായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് അതിനെ പ്രാമുഖ്യമായി സംസാരിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരിക്കും മോദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. അതിനപ്പുറം എന്തൊക്കെ കാര്യങ്ങൾ മോദി സംസാരിക്കാൻ സാധ്യതയുണ്ട്? ഈ പ്രകടന പത്രിക കൂടി വന്ന സാഹചര്യത്തിൽ ഏതൊക്കെ വാഗ്ദാനങ്ങൾ കേരളത്തിനെ ഊന്നിക്കൊണ്ട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഡാനി? ആര്യ, കരുവന്നൂർ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ്. പ്രത്യേകിച്ച് തൃശ്ശൂരിലെ ഒരു ഭൂമികയിൽ അതിന് വലിയ പ്രാധാന്യവും വിഷയമെല്ലാം ഉണ്ട്, നമുക്കറിയാം, അത് സംസാരിച്ചതുമാണ്. അപ്പോൾ ഈ വിഷയം സ്വാഭാവികമായും കടന്നു വരും. അതിനപ്പുറം പ്രകടന പത്രികയുണ്ട്, അതിൽ കുറെ കൂടി വിശാലമായ രീതിയിൽ അദ്ദേഹം സംസാരിക്കുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം ഇതിൽ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ നിരവധിയായ പദ്ധതികളുണ്ട്, ജനക്ഷേമകരമായ പദ്ധതികളുണ്ട്. അങ്ങനെ അത്തരം കാര്യങ്ങളിൽ മുദ്രാ ലോൺ അടക്കം വലിയ രീതിയിൽ അത് ഉയർത്തിയിട്ടുണ്ട്, അതിൻ്റെ തുക ഉയർത്തിയിരിക്കുന്നു. അതെല്ലാം എങ്ങനെ പ്രയോജനപ്പെടും, കുടുംബങ്ങളിലേക്ക് എങ്ങനെ എത്താൻ കഴിയും, ഇതെല്ലാം തന്നെ വിശദമാക്കും. നേരത്തെയും ഉണ്ടായിരുന്നൊരു ആക്ഷേപം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ നല്ല രീതിയിലുള്ള പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്, പക്ഷെ അത് കേരളത്തിലേക്ക് എത്തുന്നില്ല. രാഷ്ട്രീയപരമായ ഒരു എതിർപ്പ് ഇക്കാര്യങ്ങളിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത് ജനങ്ങളിലേക്ക് എത്താതെ പോകുന്നത്. എന്തിന് ജനങ്ങളെ ദ്രോഹിക്കുന്നു? നല്ല പദ്ധതികൾ ഇവിടേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അത് ഇവരിലേക്ക് എത്താനായിട്ട് വേണ്ട രീതിയിലൊരു ആശയവിനിമയം നടക്കുന്നില്ല എന്നത് അടക്കം ഒരു ആക്ഷേപം BJP കേന്ദ്ര നേതാക്കൾ ഉയർത്തിയിരുന്നു. സംസ്ഥാനത്തെ BJP നേതാക്കളെല്ലാം തന്നെ ഇത് പറയുകയും ചെയ്യുന്നു. അതുമാത്രവുമല്ല, കേന്ദ്രത്തിലെ പല പദ്ധതികളും പേരുമാറ്റിയിടുന്നു അങ്ങനെയുള്ളൊരു ആരോപണങ്ങളെല്ലാം തന്നെ ഉയർന്നൊരു സാഹചര്യമെല്ലാം ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പരിചയപ്പെടുത്തുന്നതിൽ ഇതിന്റെ വിശദാംശങ്ങൾ ഇതാണ്, എല്ലാം തന്നെ ഇത്ര പേർക്ക് ഗുണം ചെയ്യുന്നതാണ് എന്നതടക്കം പറയും. പ്രത്യേകിച്ച് അടിസ്ഥാന മേഖലയെ ലക്ഷ്യമിട്ടുകൊണ്ട് നടപ്പാക്കുന്ന പദ്ധതികൾ അത് BJP കുറെ കൂടി ശ്രദ്ധിക്കുന്നത് കേരളത്തിൽ തന്നെയാണ് എന്നത് വ്യക്തമാണ്. കാരണം ആ രീതിയിലുള്ളൊരു വലിയ വോട്ട് ബാങ്കിന്റെ ഒരു കുത്തകാവകാശം മറ്റു പാർട്ടികൾക്കാണ്. അവിടെയൊക്കെ കടന്നു ചെല്ലാൻ BJPക്ക് കഴിയുന്നില്ല എന്ന് അവർക്ക് തന്നെ ഒരു ആത്മവിമർശനം തന്നെയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഇത്തരം പദ്ധതികളെല്ലാം തന്നെ ഉതകുന്നത് കൂടുതൽ അടിസ്ഥാന വർഗങ്ങൾക്ക്
ഉണ്ട്. അപ്പോൾ അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു പ്രചാരണ പരിപാടികളും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ പദ്ധതികളുടെ ഒരു വിശകലനവും വിശദീകരണവും എല്ലാം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒപ്പം രാഷ്ട്രീയപരമായി കേരളത്തിൽ ഉയർന്നു വരുന്ന വിഷയങ്ങൾ, ചർച്ചകൾ, സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ടായിരിക്കുന്ന പ്രതിഷേധങ്ങൾ, പൂക്കോട്ട് ഉണ്ടായിരുന്ന സംഭവങ്ങൾ, റാഗിംഗ് അടക്കമുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടത്, അതെല്ലാം ഈ സമയത്ത് ഉയർത്തിക്കൊണ്ടുവരേണ്ട വിഷയങ്ങൾ തന്നെയാണെന്നൊരു പൊതുബോധം BJP നേതാക്കളിൽ എല്ലാവരിലും തന്നെയുണ്ട്. അത് പ്രധാനമന്ത്രിയിൽ നിന്നാകുമ്പോൾ പ്രത്യേകിച്ച് ഈ സംഭവത്തിൽ CBI അന്വേഷണം കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ചു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കേരളത്തിൻ്റെ ഒരു ക്രമസമാധാന നില ലക്ഷ്യമിട്ടുകൊണ്ട് ഒരുപക്ഷെ പ്രധാനമന്ത്രി സംസാരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് സംസാരിക്കാനുള്ള സാധ്യതകളെല്ലാം തന്നെയുണ്ട്. ആ ഒരു സാമൂഹിക അന്തരീക്ഷവും കാര്യങ്ങളുമെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വന്നേക്കാമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ്. അതുകൊണ്ട് ഉണ്ടായിരിക്കുന്ന പരമാവധി രീതിയിൽ അദ്ദേഹം സംസാരിച്ചു പോകും. ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ മുഴുവനായും ഒരുപക്ഷെ പ്രസംഗത്തിലെല്ലാം തന്നെ ഇടം നേടിയേക്കാം. ആ രീതിയിൽ കടന്നു പോകാൻ തന്നെയാണ് പ്രസംഗം. സമസ്ത മേഖലകളിലും സംസാരിച്ചുകൊണ്ട് തൊട്ടുകൊണ്ട് കടന്നു പോകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. രമ്യ, ഡാനിയെ, ഒരു കാര്യം കൂടി, അതായത് ഇത്തരത്തിൽ മോദി എത്തുന്ന പരിപാടി എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ച് അവരുടെ ശക്തി പ്രകടനത്തിനുള്ള വേദി കൂടിയാണ്. അതിനാൽ തന്നെ പ്രവർത്തകരുടെ വലിയൊരു ബാഹുല്യം അവിടെ ഉണ്ടാകുമെന്നുള്ളതിൽ തർക്കമില്ല. അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ, അത്തരത്തിൽ പ്രവർത്തകരെ വലിയ തോതിൽ അവിടേക്ക് എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നേതൃത്വം ചെയ്തു കഴിഞ്ഞിട്ടുമുണ്ടാകും. അതിനാൽ തന്നെ സ്വാഭാവികമായും വലിയ നിയന്ത്രണങ്ങൾ അവിടെ ഉണ്ടാകും. പ്രധാനമന്ത്രി എത്തുന്നത് പ്രമാണിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ, ക്രമീകരണങ്ങൾ ഉണ്ടാകും. പൊതുനിരത്തിലെ ഗതാഗത നിയന്ത്രണം അടക്കമുള്ള വിഷയങ്ങളുണ്ട്. ഏത് തരത്തിലാണ് അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ, ഗതാഗത നിയന്ത്രണം പ്രധാനമായും ഏത് തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്? ഒപ്പം മോദി എപ്പോഴാണ് പരിപാടി കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരത്തേക്ക് മടങ്ങുക? ഇതിൽ അദ്ദേഹം എത്തുന്നത്, പ്രധാനമന്ത്രി എത്തുന്നത് നമുക്കറിയാം, കൊച്ചിയിലാണ് അദ്ദേഹം നിലവിലുള്ളത്. എറണാകുളം ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് 9 മണിക്ക് ശേഷമാണ് നേവൽ എയർസ്ട്രിപ്പിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് ഹെലികോപ്റ്റർ വഴി ഗുരുവായൂർ ഭാഗത്ത് അദ്ദേഹം അവിടെ ഇറങ്ങുന്നു. അതിനുശേഷം കുന്നംകുളത്തേക്ക് വരുന്നു. അപ്പോൾ ഈ ഒരു വലിയ രീതിയിൽ മറ്റ് തൃശ്ശൂരിലെ പൊതുവിൽ ബാധിക്കുന്ന രീതിയിലേക്ക് ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തില്ല. ആ ഭാഗത്ത്, കുന്നംകുളം ആ ഭാഗത്ത് മാത്രമാണ് നിയന്ത്രണങ്ങൾ, ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തില്ല. പക്ഷേ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ വളരെ ശക്തമാണ്. എല്ലായിടത്തും തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അടക്കം വിന്യസിച്ചിട്ടുണ്ട്. ഇവിടേക്ക് കടന്നു വരുന്നവർക്ക്, പ്രത്യേകിച്ച് ഈ പൊതുസമ്മേളനത്തിലടക്കം വരുന്നവർക്കെല്ലാം തന്നെയും നിയന്ത്രണങ്ങളും ഒരു പരിധിവരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് വളരെ മുൻ റോയിലേക്കെല്ലാം വരുന്നവർക്കെല്ലാം തിരിച്ചറിയൽ കാർഡും കാര്യങ്ങളുമെല്ലാം തന്നെ നിർബന്ധമാക്കിയിട്ടുണ്ട്. ആ രീതിയിൽ പ്രവർത്തകർക്ക് പരസ്പരം തിരിച്ചറിയുന്നവർ മാത്രമാണ് ഏറ്റവും ഫ്രണ്ട് റോഡിലേക്ക് കാര്യങ്ങൾ എല്ലാം തന്നെ വരികയും ചെയ്യുന്നു. അങ്ങനെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ കാര്യത്തിൽ പഴുതടച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെയും ഇവിടെ പരിശോധനകളെല്ലാം തന്നെയും NST അടക്കം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം 11 മണിയോടുകൂടിയാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് പ്രതീക്ഷിക്കുന്നത്. അതിനു മുൻപായിട്ട് തന്നെ 9:30 കഴിയുന്നതോടുകൂടി തന്നെ പൂർണ്ണമായും അതിന് ഈ പ്രദേശത്തേക്ക്, മൈതാനത്തേക്ക് ആളുകൾ വന്ന് തീർന്നിരിക്കണം എന്ന രീതിയിൽ തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രവർത്തകർ ആ രീതിയിലുള്ളൊരു ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിനുശേഷം അദ്ദേഹം പ്രസംഗത്തിന് ശേഷം 12:30യോടുകൂടിയാണ് ഇവിടെ നിന്ന് പോകുന്നത് എന്നാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. അതായത് കൊച്ചിയിലേക്ക് ചെല്ലുകയും അവിടെ നിന്നാണ് തിരുവനന്തപുരത്തേക്ക് എത്തുകയും ചെയ്യുന്നത്. തീർച്ചയായും ഡാനി പോളാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വരും മണിക്കൂറുകളിൽ നമുക്ക് ഡാനിയിലേക്ക് വീണ്ടും തിരികെ എത്താം. ഒരിക്കൽ കൂടി പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്നുള്ള ഗതാഗത നിയന്ത്രണത്തെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ, കുന്നംകുളത്ത് ഗതാഗത നിയന്ത്രണം. തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂർ, ചാവക്കാട് എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട വാഹനങ്ങൾ കേച്ചേരി, ആളൂർ വഴി പോകണം. തിരികെ തൃശ്ശൂരിലേക്ക് പോകേണ്ട വാഹനങ്ങൾ പഞ്ചാരമുക്ക്, മാമ ബസാർ വഴി പോകേണ്ടതാണ്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇനി പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത് ഇന്ന് തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹം തിരുവനന്തപുരത്തേക്കാണ് എത്തുക. തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളുടെ പ്രചാരണാർത്ഥമാണ് അദ്ദേഹം കാട്ടാക്കടയിൽ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുക. BV വിനോദാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. വിനോദ്, തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എങ്ങനെയാണ് ഇവിടുത്തെ ഒരുക്കങ്ങൾ? എങ്ങനെയൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിന്റെ പൊതുസമ്മേളനത്തിലെ പ്രസംഗത്തിലെ
പ്രധാനപ്പെട്ട വിഷയങ്ങളായി അദ്ദേഹം ഉയർത്തിക്കാട്ടിക്കൊണ്ട് സംസാരിക്കുക? ഈ വർഷം ആരംഭിച്ച ശേഷം ഇത് 6ാമത് തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. 2 പരിപാടികൾ, തൃശ്ശൂരും രണ്ടാമത്തെ പരിപാടി ഉച്ചതിരിഞ്ഞ് 1:30 മണിയോടുകൂടിയായിരിക്കും തിരുവനന്തപുരത്തെ പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുക. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജാണ് ഈ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പൊതുസമ്മേളനത്തിന്റെ വേദി. അത് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലാണ്. കാട്ടാക്കട പാർലമെന്റ് മണ്ഡലത്തിലാണ്, ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലാണ് കാട്ടാക്കട നിയോജക മണ്ഡലം ഉൾപ്പെടുന്നത്. 2 പാർലമെന്റ് മണ്ഡലങ്ങളുടെയും അതിർത്തി പങ്കിടുന്ന മേഖലയാണ്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ രാജീവ് ചന്ദ്രശേഖറും അതോടൊപ്പം തന്നെ വി മുരളീധരനും ഇന്നത്തെ പരിപാടിയിൽ പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുക്കും. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, നേരത്തെയൊക്കെയും പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ പൊതുസമ്മേളനങ്ങൾ നടന്നിരുന്നത് നഗര കേന്ദ്രീകൃതമായ മേഖലകളിലായിരുന്നു. പ്രത്യേകിച്ച് സെൻട്രൽ സ്റ്റേഡിയം പോലുള്ള ഇടങ്ങളിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പരിപാടികൾ, അദ്ദേഹത്തിന്റെ പ്രസംഗം ഉൾപ്പെടെ കേൾക്കുന്നതിന് അവസരമുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വളരെ ശ്രദ്ധേയമാണ് BJPയുടെ നീക്കം. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ പരിപാടി അത് ആറ്റിങ്ങൽ ടൗൺ കേന്ദ്രീകരിക്കാതെ റൂറൽ മേഖലയിലേക്ക് എത്തുന്നു. അതായത് സാധാരണക്കാരായ മലയോര മേഖലകളിലെ ജനങ്ങൾ, ആദിവാസി വിഭാഗങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ, കർഷക തൊഴിലാളികൾ, അങ്ങനെയുള്ള സാധാരണക്കാരായ അനവധി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ അത് വോട്ടർമാർക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അത് തന്നെയാണ് BJP ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നത്. മറ്റൊന്ന്, ആര്യ ചോദിച്ചതുപോലെ പ്രധാനമന്ത്രി ഉന്നയിക്കാനിടയുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പറയാൻ ഇടയുള്ള കാര്യങ്ങൾ, കഴിഞ്ഞ ദിവസമാണ് BJPയുടെ പ്രകടന പത്രിക പുറത്തു വന്നത്. അതിൽ ജനങ്ങൾക്ക് നൽകുന്ന കാര്യങ്ങൾ, ഇപ്പോഴുള്ള കാര്യങ്ങൾ തുടരുന്നതും അതോടൊപ്പം തന്നെ പുതിയ വാഗ്ദാനങ്ങൾ, ഇതെല്ലാം തന്നെ വളരെ പ്രധാനമായിരുന്നു. മറ്റൊന്ന്, ഈ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുണ്ടാകുന്ന സംഘർഷം, അത് നമുക്കറിയാം. മലയോര മേഖലകളിലെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇപ്പോൾ വന്യമൃഗ ശല്യം അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. അതിന് പരിഹാരം കാണുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ അഴിമതി കാര്യങ്ങൾ, അത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള നിരവധി വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസിനെതിരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇനി ദിവസങ്ങൾ മാത്രമാണ് പോളിംഗിന് അവശേഷിക്കുന്നത്. അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പിന് മുൻപ് ഇനി മറ്റൊരു വരവ് കേരളത്തിലേക്ക് ഉണ്ടാകാൻ ഇടയില്ല. ഏതായിരുന്നാലും ആ വരവിൽ അദ്ദേഹം കൃത്യമായി തന്നെ വളരെ വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് പോകും, വോട്ടർമാരെ അഭിസംബോധന ചെയ്യും. ഒരുപക്ഷെ ഇന്നത്തെ പ്രസംഗങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് തീർത്തും രാഷ്ട്രീയക്കാരനായ ഒരു നരേന്ദ്രമോദിയായിരിക്കും. അദ്ദേഹം നേർക്കുനേർ തന്നെ, അതായത് തുറന്ന വാക്കുകൾ, തുറന്ന പോരാട്ടം തന്നെ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ നടത്തും. അങ്ങനെയുള്ള വാക്കുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആര്യ, വിനോദം, ഒരു കാര്യം കൂടിയുണ്ട്. ഇന്നത്തെ വേദിയിൽ ഒരു സ്റ്റാർ ക്യാമ്പയിനറായി ശോഭന കൂടി ഉണ്ടാകും എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ടാകും അല്ലേ? തീർച്ചയായും. നേരത്തെ തൃശ്ശൂരിൽ നാരീശക്തി പരിപാടിയുടെ ഭാഗമായി ശോഭന പങ്കെടുത്തിരുന്നു. ആ സമയത്ത് വലിയ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെയും ഉണ്ടായി. പക്ഷേ അവർ കൃത്യമായി അത് പങ്കെടുക്കുകയും നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖറിനൊപ്പം ശോഭന വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. മാത്രവുമല്ല, BJP NDA കാൻഡിഡേറ്റ്, BJPയുടെ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറിനെ വിജയിപ്പിക്കണം എന്നൊരാവശ്യം, സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള പ്രചരണം അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്കുകൾ, അത് തന്നെയാണ് ഇന്നലെ ശോഭനയിൽ നിന്നുണ്ടായത്. കൃത്യമായി തന്നെ BJPക്ക് വേണ്ടി ഒരു സ്റ്റാർ ക്യാമ്പയിനർ എന്ന നിലയ്ക്ക് ശോഭന ആ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന ആവശ്യം. ഇന്ന് ഒരുപക്ഷെ ആ വേദിയിൽ അങ്ങനെയുള്ള 2 സ്ഥാനാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. വി മുരളീധരനും അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറും. ഇരുവർക്കും വേണ്ടിയുള്ള പ്രവർത്തനം, അതിൽ നടി ഇടപെടും എന്ന് തന്നെയാണ് കരുതുന്നത്. വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത് അടക്കമുള്ള നടപടികളും ശോഭനയുടെ ഭാഗത്തു നിന്നുണ്ടാകും. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖരെ ഈ നിലയിലേക്ക് കൊണ്ടുവന്ന് പ്രചരണത്തിന്റെ അവസാന ഘട്ടം, അത് പരമാവധി ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾ, അങ്ങനെ ഇഷ്ടമുള്ള മുഖങ്ങൾ, അവരെ കൊണ്ടുവന്ന് ജനങ്ങളുമായി സംസാരിക്കാനുള്ള അവസരമുണ്ടാക്കുക, BJP സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുക, ആ നിലയിലുള്ള നീക്കം കൂടി പാർട്ടി നടത്തുന്നുണ്ട്. ഇനിയും പ്രധാനപ്പെട്ട ആളുകൾ എത്തുമെന്ന് തന്നെയാണ്. മറ്റൊരു കാര്യം, നാഷണൽ മീഡിയയുടെ വലിയ സാന്നിധ്യം, പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ, നാഷണൽ മീഡിയയുടെ പ്രതിനിധികളെല്ലാം തന്നെ ഈ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശൂർ പോലുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിക്കുന്നുണ്ട്. പ്രധാനമായും തിരുവനന്തപുരത്തേക്ക് നിരവധി
നാഷണൽ മീഡിയയുടെ പ്രതിനിധികൾ എത്തുന്നുണ്ട്. ആ നിലയ്ക്കൊക്കെയും വലിയ ശ്രദ്ധ ആകർഷിക്കുന്ന നിലയിലേക്ക് തിരുവനന്തപുരത്തെ തിരഞ്ഞെടുപ്പ് പോരാട്ടം മാറുകയാണ്. അതിൽ നിന്നൊക്കെയും ഒരു മേൽക്കൈ നേടാനുള്ള ശ്രമം BJP നടത്തുന്നുണ്ട്, NDA നടത്തുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ തന്നെയാണ് പാർട്ടിയുടെ ഭാഗം. ഇന്നത്തെ വേദി പോലും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പാറശാല, നെയ്യാറ്റിൻകര, കോവളം നിയോജക മണ്ഡലങ്ങളിലെ വോട്ടായിരുന്നു ശശി തരൂരിനെ പിന്തുണച്ചത്. അവിടെ തന്നെ നാടാർ കമ്മ്യൂണിറ്റിക്ക് ഉള്ള വലിയ സ്വാധീനം, തീരദേശത്തെ LC വോട്ടുകൾ, ഈ തീരദേശത്ത് വലിയ പ്രചരണവും പ്രവർത്തനവും ഇതിനകം തന്നെ BJP പൂർത്തിയാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന 3 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയുടെ വലിയ സാന്നിധ്യമുണ്ട്. കഴിഞ്ഞ ദിവസവും നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിലായിരുന്നു റോഡ് ഷോ. അവിടെയുള്ള നാടാർ വോട്ടുകൾ അത് വലിയ തോതിൽ സമാഹരിക്കുക എന്ന ലക്ഷ്യം കൂടി BJPക്കുണ്ട്. അങ്ങനെ ഈ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് എന്ന വേദി വളരെ ശ്രദ്ധേയമായ ഒരു വേദിയായി കൂടി മാറുകയാണ്. ആര്യ, തീർച്ചയായും VV വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇതേ ദിവസം തന്നെ രാഹുൽ ഗാന്ധി കൂടി കേരളത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. വയനാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇന്ന് എത്തുമ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ ദേശീയ നേതാക്കളുടെ വൻനിരയാണ് മണ്ഡലത്തിൽ എത്തുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധിയെ UDF സംസ്ഥാന നേതാക്കൾ സ്വീകരിക്കും. രാവിലെ 10-ന് സുൽത്താൻ ബത്തേരിയിൽ നടക്കുന്ന റോഡ് ഷോയുടെ പര്യടനത്തിന് തുടക്കമാകും. CV അനുമോദ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, രാഹുൽ ഗാന്ധി എത്തുകയാണ്. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം ഈ ഔദ്യോഗികമായുള്ള ഒരു പ്രചാരണ പരിപാടിക്ക് അന്ന് തുടക്കം കുറിച്ചെങ്കിൽ പോലും സജീവമായ പ്രചാരണ പരിപാടികൾ പങ്കെടുക്കുവാൻ വേണ്ടി അദ്ദേഹം ഇന്നാണ് എത്തുന്നത്. അദ്ദേഹത്തോടൊപ്പം ദേശീയ നേതാക്കളുടെ വൻ നിര തന്നെ ഉണ്ട് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. വയനാട്ടിൽ ഇന്ന് സുൽത്താൻ ബത്തേരിയിൽ അദ്ദേഹത്തിന് റോഡ് ഷോയോടെ ആരംഭിക്കും. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പരിപാടികൾ ചാർട്ട് ചെയ്തിട്ടുള്ളത്? ഗുഡ് മോർണിംഗ് ആര്യ. ഞാൻ നിൽക്കുന്നത് സുൽത്താൻ ബത്തേരിയിലാണ്. നമുക്കറിയാം രാഹുൽ ഗാന്ധി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി 2 ദിവസമാണ് വയനാട്ടിൽ ചെലവഴിക്കുന്നത്. അതിൽ ആദ്യ ദിവസം അദ്ദേഹം പൂർണ്ണമായിട്ടും വയനാട് ജില്ലയിൽ തന്നെയാണുള്ളത്. ഇന്ന് രാവിലെ അദ്ദേഹം ആദ്യം പോകുന്നത് പക്ഷേ തമിഴ്നാട്ടിലെ നീലഗിരിയിലാണ്. 9:30-ക്ക് അദ്ദേഹം താളൂരിലെത്തി നീലഗിരിയിലെ തേയില പ്ലാന്റേഷനിലെ ജോലിക്കാരുമായിട്ടൊരു സംവാദം അല്ലെങ്കിൽ അത് അവരുമായുള്ളൊരു ഇന്ററാക്ഷനിൽ അദ്ദേഹം ഏർപ്പെടും. അതിനുശേഷം 10:15-ഓടെയാണ് അദ്ദേഹം വയനാട്ടിലെത്തുക. സുൽത്താൻ ബത്തേരിയിലാണ് അദ്ദേഹത്തിന്റെ ആദ്യ റോഡ് ഷോ. ജനസമ്പർക്കം എന്ന് പേരിട്ടുള്ള ഈ റോഡ് ഷോ ഏകദേശം 1 കിലോമീറ്റർ ദൈർഘ്യമുണ്ടാകും. അസംഷൻ ഹോസ്പിറ്റലിന് മുമ്പിൽ നിന്നും കോട്ടക്കുന്ന് വരെയൊക്കെയാണ് അതായത് റോഡ് ഷോയുടെ ദൈർഘ്യമുണ്ടാവുക. അതിനുശേഷം അദ്ദേഹം പുൽപ്പള്ളിയിലേക്ക് പോകും. 11:15 അവിടെയാണ് റോഡ് ഷോ. അതിനുശേഷം മാനന്തവാടി, ഉച്ചയ്ക്ക് 1 മണിക്ക് അദ്ദേഹം മാനന്തവാടി ബിഷപ്പ് ഹൗസിൽ സന്ദർശനം നടത്തും. ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തും. 1:30-ക്ക് അദ്ദേഹം മാനന്തവാടി ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ചർച്ചിലും സന്ദർശനം നടത്തും. അതിനുശേഷം വെള്ളമുണ്ടയിലാണ് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ. 4 മണിക്ക് പടിഞ്ഞാറേത്തറയിലും റോഡ് ഷോ നടത്തും. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയുടെ ഷെഡ്യൂളുള്ളത്. വൈകുന്നേരം അദ്ദേഹം കോഴിക്കോട് നടക്കുന്ന UDFന്റെ റാലിയിലും യോഗത്തിലും പങ്കെടുക്കുകയും ചെയ്യും. നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആദ്യ ദിവസമായതുകൊണ്ട് തന്നെ ഓരോ മേഖലയിലും പരമാവധി ആളുകളെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുക, അവരുമായി സംസാരിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഈ റോഡ് ഷോകൾക്ക് പിന്നിലുള്ളത്. കഴിഞ്ഞ തവണ അദ്ദേഹം പത്രിക സമർപ്പിക്കാൻ വന്നപ്പോൾ കൽപ്പറ്റയിൽ വലിയ ആഘോഷമായിട്ട് വലിയ സ്വീകരണം ആണ് ഏർപ്പാട് ചെയ്തിരുന്നത്. ഈ ഒരു റോഡ് ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത കൊടി തോരണങ്ങൾ, അതായത് ഒരു പാർട്ടിയുടെയും പതാകകൾ ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെയും ഇന്നും അതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നാണ് KPCC ആക്ടിംഗ് പ്രസിഡന്റ് M. ഹസൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. രാഹുൽ ഗാന്ധിയുടെ മുഖം മാത്രമേ പ്ലക്കാർഡുകളിൽ ഉണ്ടാവുകയുള്ളൂ. ഒരു പക്ഷേ ബലൂണുകൾ ഉണ്ടാകും. നമുക്കറിയാം കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ തവണ BJP ഈ മുസ്ലിം ലീഗിൻ്റെ പതാകകൾ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ ഉപയോഗിച്ചതിനെ നോർത്ത് ഇന്ത്യയിൽ വ്യാപകമായിട്ട് ഉപയോഗിച്ചതും അത് കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാക്കിയൊരു സാഹചര്യവും അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് ഇത്തവണ മുൻകരുതലോടെയുള്ള ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി ഇത്തവണ എന്തെല്ലാം കാര്യങ്ങളാകും വോട്ടർമാരോട് പറയുക എന്നതും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യുന്ന പല വിവാദങ്ങളും ഇതിനോടൊപ്പം തന്നെ വയനാട്ടിൽ
മറ്റ് സ്ഥാനാർത്ഥികൾ സുരേന്ദ്രനും അനുരാജയും ഉന്നയിച്ചിട്ടുണ്ട്. അതിനോടുള്ള മറുപടി രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തും ഉണ്ടാകുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം രാഹുൽ ഗാന്ധിക്കെതിരെ നിശ്ചിതമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രചരണം നടത്തുന്നത്. അപ്പോൾ ആ വിഷയങ്ങളിലൊക്കെ പ്രകടന പത്രികയാവട്ടെ, വയനാട് നേരിടുന്ന പ്രശ്നങ്ങളിലാവട്ടെ, ഇതിലൊക്കെ അദ്ദേഹത്തിൻ്റെ മറുപടി എന്തായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തായിരിക്കും പറയാനുണ്ടാവുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ റോഡ് ഷോയുടെ അവസാനം മാത്രമാണ് അദ്ദേഹം വോട്ടർമാരുമായി അല്പനേരം സംസാരിക്കുക. അതിന് ഇന്ന് വൈകുന്നേരം കോഴിക്കോട് നടക്കുന്ന UDF-ന്റെ യോഗത്തിലാകാം, അല്ലെങ്കിൽ റാലിയിലാകാം അദ്ദേഹത്തിൻ്റെ വിശദമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗം ഉണ്ടാവുക. നാളെയും അദ്ദേഹം വയനാട് മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ നിയമസഭാ മണ്ഡലങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണം ഉണ്ടാവുക. എന്താണെങ്കിലും രാഹുലിനെ എതിരേൽക്കുവാൻ വേണ്ടി വയനാട് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. UDF-ന്റെ ഒരു ശക്തി പ്രകടനമായിട്ട് മറ്റ് മണ്ഡലങ്ങളിലേക്ക് കൂടി രാഹുലിൻ്റെ സാന്നിധ്യം ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രചരണമാണ് ഇവിടെ UDF ഒരുക്കുന്നത്. അദ്ദേഹം രാവിലെ 10:15 സുൽത്താൻ ബത്തേരിയിൽ പ്രചരണത്തിനായി എത്തുക എന്നുള്ളതാണ് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധി എന്ത് സംസാരിക്കും, ഏതൊക്കെ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടും എന്നുള്ള വലിയ ആകാംക്ഷ രാഷ്ട്രീയ കേരളത്തിനുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമീപകാലത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഈ കൊടി വിവാദം കൂടാതെ ഈ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റത്തെ സംബന്ധിച്ച് NDA സ്ഥാനാർത്ഥി സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകളിലെ അദ്ദേഹത്തിന്റെ മറുപടി എന്തായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷ കൂടിയുണ്ട്. ഒപ്പം വയനാട്ടിലേക്ക് എത്തുകയാണെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ ജനകീയ വിഷയമായി മുന്നിലുള്ളത് ഈ വന്യജീവി ആക്രമണവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അത്രത്തോളം ദുസ്സഹമായ ഒരു സാഹചര്യം കൂടി മുന്നിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സഹായങ്ങൾ ഏത് തരത്തിൽ, ഇനി മുന്നോട്ടുള്ള നടപടികൾ ഏത് തരത്തിൽ ഉണ്ടാകാം എന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങൾ അടക്കം ഉള്ള വിഷയങ്ങളാകാം രാഹുൽ ഗാന്ധി സംസാരിക്കുക, അല്ലേ? തീർച്ചയായും നമുക്കറിയാം, വയനാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇപ്പോൾ വന്യജീവി ആക്രമണം തന്നെയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നിരവധി തവണ ഈ ഒരു സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജീവൻ നഷ്ടമായിട്ടുണ്ട്. കഴിഞ്ഞ തവണ അദ്ദേഹം ഭാരത് ന്യായ് ജോഡോ യാത്രയ്ക്കിടയിലാണ് യാത്ര നിർത്തിവെച്ച് ആ കാട്ടാന കൊന്ന അജീഷിന്റെ കുടുംബത്തെ സന്ദർശിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തിയത്. രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു സന്ദർശനം വലിയ രാഷ്ട്രീയ നീക്കമായിട്ട് അന്ന് തന്നെ വിലയിരുത്തിയിരുന്നു. അതിന്റെ ഒരു പ്രതിഫലനം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ പ്രചരണത്തിന്റെ സമയത്തും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രിയോ മറ്റ് മന്ത്രിമാരോ തിരുവനന്തപുരത്ത് നിന്നോ കോഴിക്കോട് നിന്നോ എത്തുന്നതിനേക്കാൾ മുൻപ് വേഗത്തിൽ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ നിന്നും വയനാട്ടിലെത്തി തങ്ങളുടെ ജനങ്ങൾക്കൊപ്പം നിന്നു എന്ന തരത്തിലുള്ളൊരു പ്രചാരണമാണ് UDF നടത്തുന്നത്. അത് ജനങ്ങൾക്കിടയിൽ കുറെ കൂടി സ്വീകാര്യമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് പല ഇടങ്ങളിൽ നിന്നുള്ള പ്രതിഫലനമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നീക്കമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അന്നത്തെ സന്ദർശനം. അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് അദ്ദേഹം ഇടപെടുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മറ്റാരേക്കാൾ കൂടുതൽ രാഹുൽ ഗാന്ധിക്കാണ് ഇതിൽ ചെയ്യാൻ കഴിയുക എന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് ഒരു വിശദീകരണം കോൺഗ്രസിന്റെ UDF-ന്റെ ഭാഗത്തുനിന്നുണ്ട്. അതായത് ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ 5 വർഷത്തെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ശ്രമമാണ്, അദ്ദേഹത്തിന്റെ ശീലമാണ്. അദ്ദേഹം അത് കൃത്യമായി ചെയ്യുന്നു. ദേശീയ നേതാവായിട്ട് പോലും മണ്ഡലത്തിന് ആവശ്യമുള്ള സമയത്തെല്ലാം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അത് പ്രളയത്തിന്റെ സമയമാകട്ടെ, കോവിഡിന്റെ സമയമാകട്ടെ, വന്യജീവി ആക്രമണം രൂക്ഷമായ സമയമാകട്ടെ, രാത്രിയാത്രാ നിരോധനം മുത്തങ്ങയിൽ ഉണ്ടായ സമയമാകട്ടെ, അപ്പോഴെല്ലാം അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്, അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് എന്നൊരു സന്ദേശമാണ് UDF നൽകുന്നത്. അതേസമയം തന്നെ ഇടതുപക്ഷവും BJP-യും വയനാടിന്റെ വികസനം അതിൽ ഏറെ പിന്നോക്കത്തിലാണ് ഇപ്പോഴും വയനാടുള്ളത്. രാഹുൽ ഗാന്ധിക്ക് ഇക്കാര്യത്തിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ വരുന്നത് കുറവാണ് എന്ന തരത്തിലുള്ള പ്രചാരണമാണ് അഴിച്ചുവിടുന്നത്. എന്ന് തന്നെയാണെങ്കിലും രാഹുൽ ഗാന്ധി എന്ത് പറയുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേകിച്ച് വയനാടിന്റെ കാര്യങ്ങൾക്ക് അപ്പുറത്ത് CI അടക്കം ഈ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷം പ്രചരിപ്പിക്കുന്ന വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്, അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ്, കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് കൂടി അദ്ദേഹത്തിന്റെ ഈ സന്ദർശനത്തിൽ, അദ്ദേഹത്തിന്റെ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കുമെന്ന് തന്നെ വേണം കരുതുവാൻ. ഇത് തന്നെയാണെങ്കിലും രാഹുൽ ഗാന്ധി ഇവിടേക്ക് എത്തുമ്പോൾ അത് ഈ കഴിഞ്ഞ തവണ കൽപ്പറ്റയിൽ നൽകിയ ജനപിന്തുണയുള്ള ഒരു സ്വീകരണത്തെക്കാൾ മികച്ചതാക്കി തീർക്കാനാണ്
കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ഭാഗത്തു നിന്നുള്ള ശ്രമം. പ്രത്യേകം ഉള്ള കാര്യം, അദ്ദേഹം ഓരോ മണ്ഡലത്തിലും വോട്ടർമാരെ നേരിട്ടെത്തി വോട്ട് അഭ്യർത്ഥിക്കാനുള്ള സാഹചര്യം തീർത്തിട്ടുണ്ട് ഈ റോഡ് ഷോയിലൂടെ എന്നുള്ളതാണ്. എന്താണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ അതുതന്നെയാണ് ഇന്ന് വയനാട് കാതോർക്കുന്നത്. മണ്ഡലം നേരിടുന്ന പ്രതിസന്ധികളിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഇതിലൊക്കെ അദ്ദേഹം എന്തു പറയും? ഒപ്പം തന്നെ എതിർ സ്ഥാനാർത്ഥികൾ ഉന്നയിക്കുന്ന വിമർശനങ്ങളിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി ഉണ്ടാകുമോ? സാധാരണ അദ്ദേഹം കേരളത്തിലെ നേതാക്കൾ ഉയർത്തുന്ന വിമർശനങ്ങളിൽ മറുപടി പറയുന്ന ഒരു ശൈലി രാഹുൽ ഗാന്ധിക്കില്ല. വളരെ അപൂർവം മാത്രമായിട്ടാണ് അത്തരത്തിലുള്ള നടപടികൾ എടുക്കുന്നത്. അദ്ദേഹം കടന്നാക്രമണം നടത്തുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഒരു കാര്യം വയനാട്ടിൽ മെഡിക്കൽ കോളേജിനോട് സർക്കാർ കാണിക്കുന്ന അവഗണനയാണ്. അതുപോലെ തന്നെ വന്യജീവി ആക്രമണം ഉണ്ടായപ്പോൾ സർക്കാർ സ്വീകരിച്ച നിലപാടിനോടൊക്കെ അദ്ദേഹത്തിന്റെ എതിർപ്പ് അത് തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ അദ്ദേഹം സാധാരണ ഉന്നയിക്കാറില്ല. പക്ഷേ ഇതൊരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അദ്ദേഹം എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ 10:15 അദ്ദേഹം സുൽത്താൻ ബത്തേരിയിൽ ആദ്യ റോഡ് ഷോയിൽ പങ്കെടുക്കും. ആ റോഡ് ഷോ സമാപിക്കുന്ന ഇടത്തായിരിക്കും അദ്ദേഹം വോട്ടർമാരോട് സംവദിക്കുക. തീർച്ചയായും CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. വരും മണിക്കൂറുകളിൽ നമുക്ക് അനുമോദിലേക്ക് മടങ്ങിയെത്താം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മണിപ്പൂരിലാണുള്ളത്. ഇംഫാലിൽ ഇന്നർ മണിപ്പൂർ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി തൗനാവോജം ബസന്തകുമാർ സിംഗിന് വേണ്ടി പ്രചാരണം നടത്തും. സംഘർഷം നടക്കുന്ന ഇംഫാൽ താഴ്വര ഉൾപ്പെടെ 32 അസംബ്ലി മണ്ഡലങ്ങളാണ് ഇന്നർ ഇംഫാൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉള്ളത്. ഔട്ടർ മണിപ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്താതെ നാഗാ പീപ്പിൾസ് ഫ്രണ്ടിന് പിന്തുണ നൽകുകയാണ് BJP. ത്രിപുരയിലെ കുമർഘട്ട് മണ്ഡലത്തിലെ പൊതുസമ്മേളനത്തിലും അമിത്ഷാ പങ്കെടുക്കും. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. മോർണിംഗ് വൈബ്സിലേക്ക് മടങ്ങിയെത്തുമ്പോൾ നമ്മൾ കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് കടക്കുകയാണ്. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിനു വേണ്ടി കുടുംബ സംഗമങ്ങൾ സജീവമാക്കി കോൺഗ്രസ് നേതൃത്വം. ജഗതിയിൽ നടന്ന കുടുംബ സംഗമത്തിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ആക്ഷൻ ഹീറോ ആയി വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ നിന്ന് ഖിന്നനായി മടങ്ങുന്ന സാഹചര്യമാണുള്ളതെന്ന് AK ആന്റണി അഭിപ്രായപ്പെട്ടു. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് കുടുംബ സംഗമങ്ങൾ, മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുടുംബ സംഗമങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ തന്ത്രം അത് സജീവമായി തന്നെ UDFന്റെ ക്യാമ്പിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ജഗതിയിലാണ് സുരേഷിന്റെ വസതിയിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കൾ സംബന്ധിക്കുന്ന കുടുംബ സംഗമം പുരോഗമിക്കുന്നത്. ഈ പ്രാദേശിക തലത്തിൽ അടക്കം പാർട്ടിക്ക് പരമാവധി വോട്ട് ഉറപ്പാക്കുന്ന തരത്തിൽ പ്രത്യേകിച്ച് വീട്ടമ്മമാർ, അതോടൊപ്പം തന്നെ പുതിയ വോട്ടർമാർ, അവരുടെയൊക്കെ പിന്തുണ UDFന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ കുടുംബ സംഗമങ്ങൾ കൂടുതലായി സംഘടിപ്പിക്കണം എന്ന നിർദ്ദേശം പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിൽ AK ആന്റണി തന്നെ മുൻകൈ എടുത്തുകൊണ്ടാണ് ജഗതിയിൽ ഇത്തരത്തിൽ കുടുംബ സംഗമം നടത്തുന്നത്. ജഗതി എൻ്റെ വാർഡ്, ഞാൻ വോട്ട് ചെയ്യുന്ന സ്ഥലം ഒരു പ്രത്യേക കേസാണ്. അവിടെ മാത്രം ഒതുങ്ങി നിൽക്കും എന്നെ ഞാൻ പറയുന്നത്. പക്ഷേ ഇത് വീട്ടിൽ എല്ലാവരും കൂടിയപ്പോഴത്തേക്ക് വിഷുവിന്, പ്രത്യേകിച്ച് വിഷുവിന് എൻ്റെ ചുറ്റുപാടുള്ള എല്ലാവരും കൂടെ വിഷുവിന് കൂടിയപ്പോൾ ആ യോഗത്തിൽ പങ്കെടുത്താണ്. മറ്റു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും സജീവമായി വലിയ തരത്തിൽ നാട് ഇളക്കി മറിച്ചുകൊണ്ടുള്ള റോഡ് ഷോയേക്കാൾ പാർട്ടിക്ക് ഗുണം ചെയ്യുക ഇത്തരത്തിലുള്ള കുടുംബ സംഗമങ്ങൾ തന്നെയാകും എന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബ സംഗമങ്ങൾ സജീവമാക്കിക്കൊണ്ട് പരമാവധി വോട്ട് ഉറപ്പാക്കുന്ന രാഷ്ട്രീയ നീക്കം UDFന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ശക്തമായ വെല്ലുവിളി
BJP സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് UDF-ന് ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ആ സാഹചര്യത്തിൽ തീരദേശ മേഖലകളിൽ അടക്കം സമാനമായ തരത്തിൽ കുടുംബസംഗമങ്ങൾ വരും ദിവസങ്ങളിൽ നടത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. AK ആന്റണി അടക്കമുള്ള MM ഹസൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെല്ലാം ഈ കുടുംബസംഗമങ്ങളിൽ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് ഈ സ്ത്രീ വോട്ടർമാർ അതോടൊപ്പം തന്നെ പുതിയ വോട്ടർമാർ ഇവരുടെയൊക്കെ പിന്തുണ UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് പുരോഗമിക്കുന്നത്. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെതിരായ ആരോപണത്തിൽ ശശി തരൂരിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കീത്. രാജീവ് ചന്ദ്രശേഖർ വോട്ടർമാർക്കും സമുദായ നേതാക്കൾക്കും പണം നൽകുന്നു എന്നായിരുന്നു ആരോപണം. ഇതിനെതിരെ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. ആരോപണം തെളിയിക്കാനോ തൃപ്തികരമായ മറുപടി നൽകാനോ കഴിയാത്തതിനാലാണ് താക്കീത്. ആരോപണം ഉൾപ്പെടുന്ന അഭിമുഖം സംപ്രേഷണം ചെയ്ത ചാനലിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കീത് നൽകി. ഇനി നമുക്ക് സംസ്ഥാനത്തെ ഒരു മുതിർന്ന വോട്ടറെ പരിചയപ്പെടാം. ശതാബ്ദി പിന്നിട്ട പുത്തൂർ ചെറുമങ്ങാട് ദ്വാരകയിലെ സരോജിനി മുത്തശ്ശിക്ക് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ 100 നാവാണ്. വോട്ടവകാശം ലഭിച്ച നാൾ മുതൽ 105-ാം വയസ്സിലും വോട്ട് ചെയ്യാൻ തയ്യാറെടുക്കുന്ന മുത്തശ്ശിയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. S വിനീഷിന്റെ റിപ്പോർട്ട് കാണാം. ലോക്സഭാ ഇലക്ഷൻ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. നാടും നാട്ടുകാരെല്ലാം തന്നെ വലിയ ആവേശത്തിലുമാണ്. ഇവിടെ 105-ാം വയസ്സിലും വോട്ടിടാനായി തയ്യാറെടുക്കുന്ന ഒരു മുത്തശ്ശിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളുള്ളത് കൊല്ലം ജില്ലയിലെ പുത്തൂരാണ്. സരോജിനി അമ്മ എന്നാണ് മുത്തശ്ശിയുടെ പേര്. നമുക്ക് ചോദിച്ചറിയാം, വോട്ടിടാനുള്ള തയ്യാറെടുപ്പൊക്കെ എങ്ങനെയാണ്? വോട്ടിടാനുള്ള തയ്യാറെടുപ്പ് നമ്മള് ഒരു തീരുമാനം ഉണ്ട്. ആ തീരുമാനം അനുസരിച്ച് വോട്ട് ചെയ്യുക. ഇവിടെ വോട്ട് അഭ്യർത്ഥിച്ച് ആൾക്കാരെ നമ്മുടെ നാട് പുരോഗമിക്കണം. നാടിന്റെ പുരോഗതിക്കായിരിക്കും നമ്മുടെ വോട്ട് അല്ലേ? ഒരുപാട് പേര് സമീപിക്കാറുണ്ടോ രാഷ്ട്രീയക്കാരെല്ലാം വന്ന്? ഉണ്ട്. എല്ലാവരും വന്ന് ചോദിക്കും നമുക്ക് വോട്ട് തരണേ. എങ്ങനെയാ എല്ലാ വർഷവും വോട്ടിടാനായിട്ട് പോയതൊക്കെ എങ്ങനെയായിരുന്നു? വോട്ടിടാൻ കഴിഞ്ഞ വർഷം കാറിനകത്ത് കൊണ്ടുപോയത്. എന്നാലും ഈ ഒരു 105-ാം വയസ്സിൽ അമ്മയ്ക്ക് വോട്ടിടാനൊക്കെ കഴിയുന്നുണ്ടല്ലോ. എന്ത് തോന്നുന്നു ഈ ഒരു സാഹചര്യത്തിൽ? അതിന്റെ ഒരു സന്തോഷമുണ്ട്. പോയി ഒന്ന് ഇടണമെന്ന് താല്പര്യമുണ്ട്. ഇത്രയും നാളായിട്ട് ഏതെങ്കിലും വോട്ട് മുടങ്ങിയിട്ടുണ്ടോ? ഇല്ല. എവിടെയായാലും വോട്ടിടാനായിട്ട് വോട്ട് അങ്ങനെ നേരത്തെ ഞങ്ങള് പത്തനാപുരം താമസിച്ചിരുന്നു. അവിടെ ഇതുമായിരുന്നു. പിന്നെ ഇവിടെ വന്നതൊക്കെ നന്നായിട്ട് ഉച്ചയ്ക്ക് സ്കൂളിലെത്തില്ല. അത് അടുത്തായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ശകലം പോയാൽ ഇനിയിപ്പോൾ ഇവിടെ വന്നപ്പോഴാ 2 പ്രാവശ്യം പോയതും കൊച്ചു മക്കൾ കൊണ്ടുപോയത്. ഞങ്ങൾ ആരും കൊണ്ടുപോവുകയാണെങ്കിൽ പോയിരണമെന്ന് ആഗ്രഹമുണ്ട്. സരോജിനി അമ്മ പറയുന്നത് വോട്ട് വിലപിടിപ്പുള്ളതാണ്, എന്ത് റിസ്ക് എടുത്താലും പോയി വോട്ട് ചെയ്യും എന്നാണ്. അപ്പം അമ്മ ഈ ഒരു 105-ാം വയസ്സിലും ഇതുപോലൊരു മുത്തശ്ശിയാണ് വീട്ടിലുള്ളത്. വലിയ സന്തോഷം ഞങ്ങൾക്ക്. അമ്മയ്ക്ക് 8 മക്കളാ. അതില് 6 ആണും 2 പെണ്ണുമാ. ഞാൻ 5-ാമത്തെ മോളാ. ഏറ്റവും ഇളയ മോൻ്റെ കൂടെ അമ്മ താമസിക്കുന്നത്. അവരുടെ കുടുംബത്തോടെ സൗദിയിലും ദുബായിലും ആരും നാട്ടിലില്ല. അമ്മയ്ക്ക് ഒരു പപ്പിയുണ്ട്. അവനാണ് അമ്മയുടെ സംരക്ഷണം. അമ്മ അവനെ കുളിപ്പിച്ചു, അവന് ഫുഡ് കൊടുത്തും അവനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകും. അമ്മയെ കണ്ടില്ലെങ്കിൽ അവൻ അടുത്ത് വന്ന് കിടക്കും. ആരും ഇങ്ങോട്ട് കയറത്തില്ല. ഈ അമ്മയുടെ ആഹാരം ഏറ്റവും കൂടുതൽ അമ്മയുടെ ആഹാരം പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കും. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം പൊറോട്ടയും ചിക്കനുമാണ്. ഈ പൊറോട്ടയും ചിക്കനൊക്കെ മേടിച്ചു തരാന്ന് പറഞ്ഞാൽ വോട്ട് മാറ്റി ചെയ്യൂ. അമ്മ ഉറച്ച തീരുമാനം വേണമെങ്കിൽ നമ്മൾ പോയി കഴിക്കുക. എന്തോ അവര് വാങ്ങിച്ചു തരുമെന്ന് വെച്ചാൽ. അമ്മ ഇപ്പൊ ഈ ക്ഷേമ പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ അമ്മയ്ക്ക്? ഇല്ല, ക്ഷേമ പെൻഷൻ ഇല്ല. വാർഷിക പെൻഷൻ ഉണ്ട്. അത് കിട്ടിയലുമായി കിട്ടിയില്ലലുമായി. 2 മാസത്തെ കിട്ടി. 7 മാസത്തെ കുടിശ്ശികയുണ്ട്. ഇപ്പൊ 2 മാസത്തെ കിട്ടി. ഇനിയിപ്പം വോട്ടെടുത്തോ ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. അപ്പൊ ഇനിയിപ്പോ ഈ ജയിച്ചു വരുന്നവര് എങ്ങനെയാകണം എന്നാണ് അമ്മയുടെ ഒരു അഭിപ്രായം? എങ്ങനെ ജയിച്ചു വരുമല്ലോ, MP ആയിട്ടൊക്കെ ഇപ്പൊ ജയിച്ചു വരും. അപ്പൊ അവരെ എങ്ങനെയായിരിക്കണം എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ട്? എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ എല്ലാ പറഞ്ഞാലും നമ്മളുടെ പുരോഗതി, നമ്മളെ നാളെ പുരോഗമിക്കണം. നാടിന്റെ പുരോഗതിക്ക് പ്രവർത്തിക്കണം. അവർക്ക് ഇനിയും വോട്ട് വേണമെന്ന് വിചാരിച്ച് അവർ ചെയ്യണം.
നാടിൻ്റെ പുരോഗതിക്ക് മാത്രമാണ് സരോജിനി അമ്മയുടെ വോട്ട്. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ. യെസ്, 105-ാം വയസ്സിലും വോട്ട് ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയായിരുന്നു സരോജിനി അമ്മൂമ്മ. സരോജിനി അമ്മൂമ്മയെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു പ്രത്യേക സന്തോഷം കൂടിയുണ്ട് കേട്ടോ. ഞങ്ങളുടെ ന്യൂസ് 18-ന്റെ സ്വന്തം ഓഡിയോ എഞ്ചിനീയറായ നിത്യ പി നായരുടെ മുത്തശ്ശിയാണ് സരോജിനി അമ്മൂമ്മ. അപ്പോൾ സരോജിനി അമ്മൂമ്മയുടെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ മറ്റു വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഭാരത് രാഷ്ട്ര സമിതി നേതാവ് കെ കവിതയുടെ CBI കസ്റ്റഡി ഇന്ന് അവസാനിക്കുകയാണ്. കവിത അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകുന്നില്ലെന്നും CBI കോടതിയെ അറിയിച്ചിരുന്നു. ക്രിമിനൽ ഗൂഢാലോചന, അക്കൗണ്ടുകളിൽ കൃത്രിമത്വം കാണിക്കൽ, പൊതുപ്രവർത്തകർ കൈക്കൂലി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ എന്നിവ ചുമത്തിയായിരുന്നു കവിതയുടെ അറസ്റ്റ്. പ്രതിയായ ബുച്ചി ബാബുവിന്റെ ഫോണിൽ നിന്ന് കണ്ടെത്തിയ വാട്സ്ആപ്പ് ചാറ്റുകളുടെയും ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകളുടെയും അടിസ്ഥാനത്തിൽ കവിതയെ CBI ചോദ്യം ചെയ്തിരുന്നു. ഒരു മദ്യ വ്യവസായിയും ആം ആദ്മി പാർട്ടി ഔദ്യോഗിക വൃത്തങ്ങളും തമ്മിലുള്ള പണമിടപാടിന്റെ തെളിവുകളും അന്വേഷണത്തിൽ ലഭിച്ചതായാണ് CBIയുടെ അവകാശവാദം. ഇതിൽ കവിതയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നും ആരോപണമുണ്ട്. അതേസമയം മദ്യനയ അഴിമതി കേസിലെ ED അറസ്റ്റിനെതിരെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. അറസ്റ്റ് ശരിവെച്ച ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെയാണ് ഹർജി നൽകിയത്. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദിവാങ്കർ ഗുപ്ത എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. അതിനിടെ കെജ്രിവാളിന്റെ റിമാൻഡ് ഇന്ന് അവസാനിക്കും. EDയുടെ ലക്ഷ്യം തന്നെ കുടുക്കുകയാണെന്നും ആം ആദ്മി പാർട്ടിയെ തകർക്കാനുമാണെന്ന് കെജ്രിവാളിന്റെ വാദം. അന്വേഷണത്തിൽ കെജ്രിവാൾ സഹകരിക്കുന്നില്ലെന്ന് ED ആരോപിച്ചിരുന്നു. മാർച്ച് 21-ന് രാത്രിയായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തത്. തൃശൂർ മണലൂരിൽ ഒരു കുടുംബത്തിലെ 4 പേർക്ക് നേരെ ആക്രമണത്തിൽ പരിക്കേറ്റ മുരാക്കൽ ജോഷി, സഹോദരൻ ജോജു, സഹോദരി ജ്യോതി, ജോഷിയുടെ മകൾ ആർദ്ര എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിന് പുറത്ത് വിഷു ആഘോഷം കണ്ടു നിൽക്കുമ്പോൾ ബൈക്കിലെത്തിയ സംഘം ആക്രമിച്ചു എന്നാണ് ആരോപണം. ബൈക്കിലും നടന്നുമെത്തിയ 10-ലധികം പേരാണ് ആക്രമിച്ചത്. ജോഷിക്ക് തലയ്ക്ക് സാരമായ പരിക്കുണ്ട്. മകൾ ആർദ്രയുടെ കൈക്ക് പൊട്ടലുണ്ട്. BJP അനുഭാവിയായ ജോഷിയെ ആക്രമിച്ചത് CPM പ്രവർത്തകരെന്നും ആരോപണമുണ്ട്. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്ത ഇന്ന് കൊച്ചി ED ഓഫീസിൽ ഹാജരാകണം. കഴിഞ്ഞ ആഴ്ച CMRL ഫിനാൻസ് വിഭാഗം ഉദ്യോഗസ്ഥരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ആരും ഹാജരായിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് കമ്പനി MDക്ക് നോട്ടീസ് അയച്ചത്. നവമി ദിനേശ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. നവമി, CMRL MDയോട് ഇന്ന് ഹാജരാകണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം പ്രധാനപ്പെട്ട രേഖകൾ ഹാജരാക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആര്യ, മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിലാണ് ഇപ്പോൾ ED അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കർത്ത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കാരണം EDയുടെ ഈ ഒരു ഹർജി, EDയുടെ ഈ ഒരു സമൻസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. പക്ഷെ അന്ന് ഹൈക്കോടതി അത് തള്ളിയിരുന്നു. അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കില്ല എന്ന് ED കോടതിയെ അറിയിച്ച സാഹചര്യത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് CMRL MD ഉൾപ്പെടെയുള്ള 4 ഉദ്യോഗസ്ഥർ ഇന്ന് ED ഓഫീസിൽ ഹാജരാകുന്നത്. 11 മണിയോടുകൂടിയായിരിക്കും ഇവർ ഹാജരാകുക. കമ്പനി ചീഫ് ഫിനാൻസ് ഓഫീസർ KS സുരേഷ് കുമാർ, മാനേജർ NC ചന്ദ്രശേഖർ, സീനിയർ IT ഓഫീസർ അജു എന്നിവരാണ് ഇന്ന് EDക്ക് മുൻപിൽ ഹാജരാകുന്നത്. ഇവരോട് ചില രേഖകളും ഒപ്പം ഈ വീണ വിജയന്റെ കമ്പനിക്ക് നൽകിയ തുകയുടെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് അടക്കം ഹാജരാക്കണം. ഒപ്പം മറ്റ് ചില രേഖകളും ഹാജരാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ രേഖകളോടുകൂടിയായിരിക്കും ഇവർ 4 പേരും ഇന്ന് EDക്ക് മുന്നിൽ ഹാജരാകുക.
ഹാജരാകുന്നത്. ഇവരെ ഒരുമിച്ചിരുത്തിയാണോ അതോ ഓരോരുത്തരായിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്കാണോ ഇ ഡി കടക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. അത് ഈ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമ്പോൾ മാത്രമേ നമുക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ സേവനമൊന്നും ചെയ്യാതെയാണ് വീണയുടെ കമ്പനിക്ക് ഇവർ CMRL മാസപ്പടി നൽകിയത്. പക്ഷെ അത് എന്തിനു നൽകി എന്നുള്ളതിന് സേവനം നൽകി, പക്ഷെ എന്ത് സേവനം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഇവരൊരു വ്യക്തത വരുന്നില്ല. അതിനെ തുടർന്നാണ് ഇതൊരു കള്ളപ്പണ ഇടപാട് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഇഡിക്ക് മുന്നിൽ വരികയും ചെയ്തത്. അതിനെ തുടർന്നാണ് ഈ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തത്. എന്തായാലും മാസപ്പടി വിവാദത്തിൽ ഇലക്ഷനൊക്കെ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു കേസിൽ, അത് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട ഒരു കേസിൽ ഇഡി ആദ്യഘട്ട ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യും. അതും മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് വരെ നീളുമോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ആര്യ. തീർച്ചയായും നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. വ്യാപകമായ മണ്ണെടുപ്പിൽ പാലക്കാട് ആനക്കരയിൽ കുന്നുകൾ ഇല്ലാതാകുന്നു. ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിലാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി മേലേഴിയം നെല്ലിക്കുന്നിൽ കുന്നുകൾ ഇടിക്കുന്നത്. പാലക്കാട് ആനക്കര ഗ്രാമപഞ്ചായത്തിലെ മേലേഴിയം നെല്ലിക്കുന്ന് പ്രദേശത്തെ കാഴ്ചയാണിത്. വ്യാപകമായ മണ്ണെടുപ്പ് മൂലം ഒരു നാടിന്റെ പരിസ്ഥിതിയെ തന്നെ തകിടം മറിക്കുന്ന പ്രവൃത്തി. ദേശീയപാത വികസനത്തിന്റെ പേരിൽ മാസങ്ങളായി തൃത്താല മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി മണ്ണെടുപ്പ് നടക്കുന്നുണ്ട്. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ അനുമതിയോടെയാണ് മണ്ണെടുപ്പെന്നാണ് കരാറെടുത്ത കമ്പനി അധികൃതരുടെ വിശദീകരണം. മണ്ണുമായി ടോറസ് വാഹനങ്ങൾ അനിയന്ത്രിതമായി പോകുന്നത് പ്രദേശവാസികളെയും ദുരിതത്തിലാക്കിയിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണത്തിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് മണ്ണെടുക്കുന്നതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ആനക്കര പഞ്ചായത്തിലെ മറ്റു കുന്നുകളും ഇടിച്ചു നിരത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ന്യൂസ് 18 തൃത്താല. ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മാണം ആരംഭിച്ച വീടിന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് അടൂർ സ്വദേശിനി പൊന്നമ്മ. വീട് നിർമ്മാണം നിലച്ചതോടെ 3 വർഷമായി ചോർന്നൊലിക്കുന്ന ടാർപ്പാളിൻ ഷെഡിലാണ് വിധവയായ പൊന്നമ്മയുടെ താമസം. പത്തനംതിട്ട അടൂർ ഏറത്ത് പഞ്ചായത്തിലെ ചൂരക്കോടിലെ പൊന്നമ്മയുടെ ജീവിതം കഴിഞ്ഞ 3 വർഷമായി ഈ ടാർപ്പാളിൻ ഷെഡിലാണ്. 2021 പഞ്ചായത്ത് പൊന്നമ്മയ്ക്ക് വീട് അനുവദിച്ചുവെങ്കിലും വഴിത്തർക്കത്തെ തുടർന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകിയതോടെയാണ് പൊന്നമ്മയുടെ ജീവിതം നരകതുല്യമായത്. മന്ത്രിയുടെ അദാലത്തിൽ പൊന്നമ്മയുടെ പരാതി പരിഹരിച്ചെങ്കിലും ഏറത്ത് പഞ്ചായത്ത് അത് അംഗീകരിക്കാത്തതാണ് വീട് നിർമ്മാണം തടസ്സപ്പെടാൻ കാരണം. ഗ്രാമസേവികയെ പോയി കാണണമെന്ന് പറഞ്ഞു. ഗ്രാമസേവികയുടെ അടുക്കൽ ചെന്ന് പേപ്പറെല്ലാം കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് അടുത്ത ഗഡുവിനുള്ള പൈസ അനുവദിച്ച് തന്നിട്ട് ഈ മഴയും വെള്ളമൊക്കെ വരുന്നതിനകത്ത് ഞാൻ എങ്ങനെയും കെട്ടിപ്പൊക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പണിതോ മേശിരെ വിളിച്ചു എല്ലാം ചെയ്തോ എന്ന് പറഞ്ഞു. രാത്രി ഒരു 12 മണിയായപ്പോൾ ആ ഉദ്യോഗസ്ഥ വിളിച്ച് പറയുന്നു ഞാൻ ഇനി ഒരു ഉത്തരവ് തരാതെ കൊണ്ട് അറിയിക്കാതെ കൊണ്ടും അത് നിങ്ങളിനി പണിയാൻ പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ടുണ്ട്. വീണ്ടും സ്റ്റോപ്പ് മെമ്മോയാണെന്നും പറഞ്ഞുള്ള ഒരു പരാതി വീണ്ടും എഴുതി തന്നു. അങ്ങനെ ഈ 2024 എനിക്ക് വീട് ശരിയാകുന്നില്ല. ഞാൻ പിന്നെ ഈ അവസ്ഥയിൽ ഈ കാറ്റും വെയിലും മഴയെല്ലാം കൊണ്ട് ഞാനൊരു പരുവമായി. എനിക്ക് മക്കളോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഒരു വിധവ, ഞാൻ തന്നെ എന്തോ ചെയ്യാൻ. നിലവിലുണ്ടായിരുന്ന വീട് പൊളിച്ചു മാറ്റിയാണ് പുതിയ വീടിന്റെ നിർമ്മാണം ആരംഭിച്ചത്. സ്റ്റോപ്പ് മെമ്മോ ലഭിച്ചതോടെ വീട് നിർമ്മാണവും നിലച്ചു. വീട്ടുജോലിയും കൃഷിപ്പണിയും ചെയ്തുമാണ് പൊന്നമ്മയുടെ ജീവിതം. പഞ്ചായത്തിന്റെ അനാസ്ഥയിൽ ജീവിതം വഴിമുട്ടിയതോടെ ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഈ വീട്ടമ്മ. ന്യൂസ് 18 പത്തനംതിട്ട. തരിശുനിലം വിളനിലമാക്കി കാസർഗോഡ് പിലിക്കോട് നിനവ് പുരുഷ സ്വയം സഹായ സംഘം. പാട്ടത്തിലെടുത്ത 1.5 ഏക്കർ വയലിലാണ് 14 പേരടങ്ങുന്ന സംഘം നെൽകൃഷി ചെയ്ത് മികച്ച വിളവ് നേടിയത്. സർക്കാർ ഉദ്യോഗസ്ഥരും നിർമ്മാണ തൊഴിലാളികളും ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള 14 പേരുടെ കൂട്ടായ്മയാണ് നിനവ് പുരുഷ സ്വയം സഹായ സംഘം. സംഘത്തിന്റെ ആദ്യ സംരംഭമാണ് നെൽകൃഷി. വർഷങ്ങളായി തരിശായി കിടക്കുന്ന 1.5 ഏക്കർ നെൽവയലാണ് ഇവർ കൃഷി യോഗ്യമാക്കി 100 മേനി വിളവെടുത്തത്. ഒട്ടേറെ പ്രതിസന്ധികൾ മറികടന്നാണ് ഇവർ ഈ നേട്ടം കൈവരിച്ചത്. ആദ്യത്തെ നാട്ടി തന്നെ നാട്ടി കഴിഞ്ഞ പാടാണ് മഴ വന്നു. വലിയ മഴ വന്നു. അങ്ങനെ വെള്ളം വന്ന് കുറേ എല്ലാം പോയി. രണ്ടാമത് ആദ്യം പെണ്ണുങ്ങളാക്കി വെച്ച് നട്ട്. പിന്നെ അത് വല്ല പക്ഷികൾ കളഞ്ഞു. കുറേ ഒരു 10 സെൻറ്റ് പോരാ പക്ഷികൾ ഇങ്ങനെ കലക്കി കളഞ്ഞു. അങ്ങനെയെല്ലാം കൂടെ ഒരുപാട്
ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ വെള്ളം ആക്കേണ്ടത് വെള്ളം മിഷൻ തയ്യാറായി പോയി. അതുകൊണ്ട് വെള്ളം അങ്ങനെ കിട്ടിയില്ല. വെള്ളം പിന്നെ തേയിട്ട് വേണി കെട്ടി തേയിട്ട് ആണ് വെള്ളം കുറേ കാലമാക്കി. അവസാനം 2-3 വെള്ളമാണ് മോട്ടർ കൊണ്ടടിച്ചത്. അത്യുൽപാദന ശേഷിയുള്ള ഉമാ നെൽവിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചത്. ചതുപ്പ് വയലായതുകൊണ്ട് തന്നെ കാര്യമായ വളപ്രയോഗമില്ലാതെ തന്നെ നല്ല വിളവ് നേടാൻ സാധിച്ചു. പ്രദേശത്തെ പാരമ്പര്യ കർഷകരായ കെ അപ്പൂഞ്ഞി, പലിയേരി അമ്പു, AV തമ്പാൻ എന്നിവർ ചേർന്ന് ആദ്യ കതിർക്കറ്റകൾ കൊയ്തെടുത്തു. പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം അസോസിയേറ്റ് പ്രൊഫസർ PK രതീഷ് മുഖ്യാതിഥിയായി. ഇപ്പോഴേ കുറച്ച് വർഷങ്ങളായി, കഴിഞ്ഞ 5-6 വർഷങ്ങളായി കാലാവസ്ഥാ വ്യതിയാനം അതിൻ്റെ പാരമ്യതയിൽ തന്നെയാണ്. ഒന്നാം വിള കൃഷി മഴ പലപ്പോഴും നമ്മൾ വിചാരിച്ച സമയത്തല്ല വരുന്നത്. നേരത്തെ നമ്മൾ തിട്ടപ്പെടുത്തിയ കാലാവസ്ഥ ഓരോ കാലഘട്ടത്തിലും ഓരോ സീസണിലും ഉള്ള കാലാവസ്ഥയെല്ലാം നാം ഇന്ന് അനുഭവിക്കുന്നത്. സംഘം പ്രസിഡന്റ് മധു കോതോളി, അസിസ്റ്റന്റ് അഗ്രികൾച്ചറൽ ഓഫീസർ AV മധു, KV ദാമോദരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിളവെടുപ്പ് നടത്തിയത്. ന്യൂസ് 18 പിലിക്കോട്. യെസ്, അപ്പോൾ മോർണിംഗ് വൈബ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വാർത്താ പ്രാധാന്യമുള്ളൊരു ദിവസമാണ് ഇന്ന്. പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും ഒക്കെ കേരളത്തിലേക്ക് എത്തി അവർ അണിനിരക്കുന്ന വലിയ വമ്പൻ പ്രചാരണ പരിപാടികളാണ് ഇന്ന് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ വരും മണിക്കൂറുകളിൽ നമ്മൾ ആ വാർത്തകളിലേക്കൊക്കെ വിശദമായി സമഗ്രമായി തന്നെ എത്തും. അപ്പോൾ പ്രേക്ഷകർ ന്യൂസ് 18 തന്നെ തുടരുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമസ്കാരം.